നമ്മളിപ്പോഴേ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ എനിക്കിത് വേണമെന്നല്ലേ പറയാറുള്ളൂ, അല്ലാതെ ഇതെനിക്ക് വാങ്ങിക്കണം എന്ന് പറയാറുള്ളൂ. ഇതെനിക്ക് വേണം. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? സാധാരണ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ വുഡ് ലൈക്ക് എന്നാണ്. ഐ വുഡ് ലൈക്ക് അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. ബാക്കി ഐ വുഡ് ലൈക്ക് ദിസ് ടീഷർട്ട്, ഈ ടീഷർട്ട് എനിക്ക് വേണം എന്നാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ സാധാരണ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട് ഐ വുഡ് ലൈക്ക് ടു ബൈ ദിസ് ടീഷർട്ട് എന്ന് പറയാറില്ല. സാധാരണ അവർ പറയുന്നത് ഐ വുഡ് ലൈക്ക് ദിസ് ടീഷർട്ട്, അങ്ങനെയാണ് അവർ പറയാറ്. അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. ഐ വുഡ് ലൈക്ക് ദിസ് ബുക്ക്, എനിക്ക് ഈ ബുക്ക് വേണം. നമ്മളിപ്പോൾ ഒരു ലൈബ്രറിയിലാണ് ചെന്നതെങ്കിലും എനിക്ക് ഈ ബുക്ക് വേണം എന്നുള്ള അതേ രീതിയിൽ പറയാം. ഐ വുഡ് ലൈക്ക് ദിസ് ബുക്ക്. ഓക്കെ, എനിക്ക് ഈ ബുക്കുകളൊക്കെ വേണമെങ്കിലും എങ്ങനെ പറയുന്നു? ഐ വുഡ് ലൈക്ക് ദീസ് ബുക്സ്. ഐ വുഡ് ലൈക്ക് ദീസ് ബുക്സ്. എനിക്ക് ടീഷർട്ട് വേണം. ഐ വുഡ് ലൈക്ക് ദിസ് ടീഷർട്ട്. ഓക്കെ, എനിക്ക് ഈ മൊബൈൽ ഫോൺ വേണം. ഐ വുഡ് ലൈക്ക് ദിസ് മൊബൈൽ ഫോൺ. അതുപോലെ തന്നെ എനിക്ക് പേന വേണം. ഐ വുഡ് ലൈക്ക് ദിസ് പെൻ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലേ? ഐ വുഡ് ലൈക്ക് ദിസ് ബുക്ക്. I would like these books. I would like this t-shirt. I'd like this pen. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുക, ഇത് മനോജിനെ പരിചയപ്പെട്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. വേറൊരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഹാവ് യു മെറ്റ് മൈ ഫ്രണ്ട് മനോജ്? ഹാവ് യു മെറ്റ് മൈ ഫ്രണ്ട് മനോജ്? ഇത് നമ്മൾ ഏത് ടെൻസിലാണ് ചോദിക്കുന്നത്? ടെൻസ് പറയാൻ പാടില്ല, എങ്കിലും ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനാണ് ചോദിച്ചിരുന്നത്. പരിചയപ്പെട്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള റെക്സ് പറയാണ്, ഇല്ല, കണ്ടതിൽ സന്തോഷം. No, I haven't. Good to meet you, Manoj. നിന്നെ കണ്ടതിൽ സന്തോഷം. നമുക്കൊന്നും ചോദിക്കാം അല്ലേ? Have you met my friend Manoj? No, I haven't. Good to meet you, Manoj. പരിചയപ്പെട്ടായിരുന്നു എന്ന് അങ്ങനെ പറയും. Yes, I have. നമുക്കൊന്നും പറഞ്ഞു നോക്കാം അല്ലേ? Have you met my friend Manoj? No, I haven't. Good to meet you, Manoj. Yes, I have. അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് നമ്മളെങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും പറയുക. നിങ്ങൾ റെക്സ് ആണോ? നമ്മളിങ്ങനെ ചോദിക്കുന്ന എപ്പോഴാണ് നമുക്ക് സംശയമുണ്ട്, നമുക്ക് ഉറപ്പില്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ആണോ എന്ന് ചോദിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ റെക്സ് അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? അപ്പോൾ ഈ ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചത് 134 ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം ശ്രദ്ധിക്കുക അല്ലേ? എക്സ്ക്യൂസ് മീ, ആർ യു റെക്സ്? നിങ്ങൾ റെക്സ് ആണോ? യെസ് ഐ ആം. അതെ, ഞാൻ റെക്സ് ആണ്. നോ ഐ ആം നോട്ട്. എക്സ്ക്യൂസ് മീ, ആർ യു റെക്സ്? യെസ് ഐ ആം. നോ ഐ ആം നോട്ട്. നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ റെക്സ് ആണല്ലേ? അല്ലേ? നിങ്ങൾ റെക്സ് ആണ് എന്ന് അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് ടാഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? എക്സ്ക്യൂസ് മീ, യു ആർ റെക്സ്, ആറൻറ്റ് യു? ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈ ടാഗ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ 134 ചാപ്റ്ററിൽ പഠിച്ചതാണ്. എപ്പോഴും നമ്മളിത് ജസ്റ്റ് ഒന്ന് പഠിക്കാനും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വീണ്ടും സംസാരിക്കുന്നത്. യെസ് ഐ ആം, ഞാൻ റെക്സ് ആണ്. നോ ഐ എം നോട്ട്. എക്സ്ക്യൂസ് മീ, യു ആർ റെക്സ്, ആറൻറ്റ് യു? Yes, I am. No, I am not. നിങ്ങളുടെ പേര് നിതിൻ അല്ലേ? Excuse me, your name is Nitin, isn't it? Yes, it is. അതെ, അല്ല കേട്ടോ. No, it is not. നമുക്കൊന്നുകൂടി ചോദിക്കാം അല്ലേ? Excuse me, your name is Nitin, isn't it? Yes, it is. No, it is not. അതുപോലുള്ള മറ്റ് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ചോദിക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ദിസ് ഈസ് യുവർ ബുക്ക്, isn't it? ഇത് നിങ്ങളുടെ ബുക്കാണ് അല്ലേ? യെസ് ഇറ്റ് ഈസ്. അല്ലെന്ന് ഞാൻ പറയും, നോ ഇറ്റ് ഈസ് നോട്ട്. ഹി ഈസ് യുവർ ഫാദർ, isn't he? അത് നിങ്ങളുടെ അച്ഛനാണല്ലേ? യെസ് ഹി ഈസ്. നോ ഹി isn't. അല്ല. ദേ ആർ യുവർ ചിൽഡ്രൻ, aren't they? അത് നിങ്ങളുടെ കുട്ടികളല്ലേ, നിങ്ങളുടെ പിള്ളേരല്ലേ? യെസ് ദേ ആർ. അതെ, അവർ എൻ്റെ കുഞ്ഞുങ്ങളാണ്. അല്ലെന്നെങ്ങനെ പറയാൻ പറ്റും? നോ ദേ ആർ നോട്ട്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ദിസ് ഈസ് യുവർ ബുക്ക്, isn't it? യെസ് ഇറ്റ് ഈസ്. ഹി ഈസ് യുവർ ഫാദർ, isn't he? യെസ് ഹി ഈസ്. ഷീ ഈസ് യുവർ മദർ, isn't she? അത് നിൻ്റെ അമ്മയാണല്ലേ? യെസ് ഷീ ഈസ്. ദേ ആർ യുവർ ചിൽഡ്രൻ, aren't they? യെസ് ദേ ആർ. ഇത് നിൻ്റെ ബുക്ക് അല്ലല്ലേ? അപ്പോൾ അല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്.
This is not your book, is it? അപ്പോൾ പറയണ അല്ല. No, it isn't. എൻ്റെ അല്ല. It's Jacob's book. അത് ജേക്കബിൻ്റെ ബുക്കാണ്. ഇത് നിങ്ങളുടെയാണല്ലേ ഞാൻ ചോദിക്കാം. This is yours, isn't it? Yes, it's mine. അത് എൻ്റെയാണ്. Thank you. This is not your book, isn't it? No, it isn't. It's Jacob's book. This is yours, isn't it? Yes, it's mine. Thank you. നീ ആ സിനിമ കണ്ടില്ലല്ലേ? You haven't watched that movie, have you? You haven't watched that movie, have you? Yes, I have. ഞാൻ കണ്ടായിരുന്നു. Yes, I have. ഞാൻ കണ്ടില്ല. No, I haven't. നമുക്കതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, isn't it? ഇറ്റ്സ് ആദ്യം ഞാൻ കുറേ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇന്നൊരു നല്ല ദിവസമാണ് അല്ലേ? അല്ലേ? isn't it? നമുക്ക് അതിൻ്റെ ഉത്തരവായിട്ട് ഞാൻ താഴെ പച്ചവർത്തി കൊടുത്തിട്ടുണ്ട്. Yes, it is. അതെ. അല്ല കേട്ടോ. No, it isn't. നമുക്ക് ചോദിക്കാം. ഇന്ന് ഭയങ്കര മഴയും നനയവും ഒക്കെയാണ് അല്ലേ? നമ്മൾ സാധാരണ മഴയത്തൊക്കെ ഇറ്റ്സ് വെറ്റ്, isn't it? Yes, it is. അതെ, ഇന്ന് ഭയങ്കര മഴയൊക്കെയാണ്. ഇന്ന് ഭയങ്കര ചൂടാണ് അല്ലേ? ഇറ്റ്സ് ഹോട്ട്, isn't it? Yes, it is. അതെ, ഇന്ന് ഭയങ്കര ചൂടാണ്. അതെ. ഓല. No, it isn't. It's cold. ഇന്ന് ഭയങ്കര തണുപ്പ് അല്ലേ? Isn't it? അല്ലേ? It's cold, isn't it? ഇന്ന് നമ്മളൊരു കുന്നിന് മുകളിൽ കയറുന്നിട്ട് പറയണം, ആ നല്ലൊരു വ്യൂ ആണല്ലേ? ഇറ്റ്സ് എ ലവ്ലി വ്യൂ, isn't it? ഇതൊരു നല്ല മൊബൈൽ ഫോൺ അല്ലേ? ഇറ്റ്സ് എ ഗുഡ് മൊബൈൽ, isn't it? അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സെൽ ഫോൺ, isn't it? നമുക്ക് അതെ, യെസ് ഇറ്റ് ഈസ്. അല്ല, നോ ഇറ്റ് ഈസൻറ്റ്. നമുക്കൊന്നുള്ളത് പറഞ്ഞു നോക്കാം അല്ലേ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, isn't it? ഇറ്റ്സ് വെറ്റ്, isn't it? ഇറ്റ്സ് ഹോട്ട്, isn't it? ഇറ്റ്സ് കോൾഡ്, isn't it? ഇറ്റ്സ് എ ലവ്ലി വ്യൂ, isn't it? ഇറ്റ്സ് എ ഗുഡ് സെൽ ഫോൺ, isn't it? അവൻ നല്ല വേഗത്തിൽ ഓടും അല്ലേ? He runs fast, doesn't he? He runs fast, doesn't he? Yes, he does. Yes, he does. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററും 134 ചാപ്റ്ററും പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ? അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ? ഫുട്ബോളിൽ ആ ടീം നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ? They play well, don't they? Yes, they do. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ? No, they don't. You look like your mother, don't you? നിന്റെ അമ്മയെപ്പോലെ തന്നെയാണല്ലേ നിന്നെ കണ്ടായിരിക്കുന്നത് അല്ലേ? യു ലുക്ക് ലൈക്ക് യുവർ മദർ, ഡോണ്ട് യു? യെസ് ഐ ഡു. അതെ. ഇപ്പം നമ്മളൊരു കടയിൽ ചെന്നു, നമ്മളൊരു ഷൂ ഒക്കെ ഇങ്ങനെ കയറ്റിയിടുവാണ്. അന്നേരത്തിനും ആ ഷൂ വിൽക്കുന്ന ആൾ കടക്കാരൻ പറയണല്ലേ, ആ ഇത് നിങ്ങൾക്ക് അങ്ങനെ ചേരുന്നില്ല അല്ലേ? ദോസ് ഷൂസ് ഡോണ്ട് ഫിറ്റ്, ഡു ദേ? നിനക്ക് ഫിറ്റ് ആകുന്നില്ല അല്ലേ? നോ ദേ ഡോണ്ട്. ആ ഇല്ല, എനിക്ക് ഫിറ്റ് ആകുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹി റൺസ് ഫാസ്റ്റ്, doesn't he? Yes, he does. They play well, don't they? Yes, they do. You look like your mother, don't you? Yes, I do. Those shoes don't fit, do they? No, they don't. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. നീ പരീക്ഷ എഴുതിയില്ല അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇവിടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.